അത് പനങ്കൽക്കണ്ട് ചൂടുവെള്ളത്തിൽ കലക്കി ഇളം ചൂടുവെള്ളത്തിൽ ആക്കി കൊടുക്കുവാണ്. അവരുടെ ശബ്ദം അവര് തന്നെ കേൾക്കാൻ. ഞാൻ ഇങ്ങനെയൊക്കെ സൗണ്ട് വെള്ളം കുടിക്കുന്നത്. പിന്നെ ഈ അതുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് സ്പേസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ കുഞ്ഞുമണികൾക്ക് 2 പേർക്കും 6 മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് കഴിഞ്ഞ മാസം 27 ആയപ്പോഴത്തേക്കും 6ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തു. ഇലാ ബേബിക്ക് ഈ മാസം 9 കഴിഞ്ഞപ്പോഴത്തേക്കും 6ാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോറ് കൊടുക്കാനുള്ള ഒരു ധൃതിപ്പാടിലാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഡേറ്റ് എടുത്തായിരുന്നു, പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഡേറ്റ് എടുത്തത് ഇന്നാണ് ഡേറ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഡേറ്റ്സ് ഒന്നും. പല സമയത്തായിരിക്കും നമുക്ക് ഇപ്പോൾ 1 മാസം ഡേറ്റ് ആയതായിരിക്കത്തില്ല നെക്സ്റ്റ് മാസം വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് അമ്പലങ്ങളിൽ പോണതും ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 17-ാം തീയതിയാണ് നമ്മൾ ഇലാ ബേബിയുടെ ചോറൂണ്. ഇലാ ബേബിക്ക് ആറ്റുകാല് വെച്ച് കൊടുക്കണം എന്നായിരുന്നു നേർച്ച കേട്ടോ. ട്രിവാൻഡ്രത്താണല്ലോ, കഴക്കൂട്ടത്താണല്ലോ അവർ താമസിക്കുന്നത്. അപ്പോൾ ആറ്റുകാല് വെച്ച് കൊടുക്കണമെന്ന് നേർച്ച ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നേർച്ചയൊന്നുമില്ല. ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു എളമാട് ദേവീക്ഷേത്രം ഉണ്ട്. എളമാട് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആറ്റുകാല് കൊണ്ടുപോയി 2 പേർക്കൂടെ ഒരുമിച്ച് കൊടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ എല്ലാം ഫ്ലോപ്പായിപ്പോയി. വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ അത് നടക്കത്തില്ല. അപ്പൊ എല്ലാരും ചോദിക്കുന്നത് കുഞ്ഞുമണിയുടെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുഞ്ഞുമണിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. കാരണം ഈ ബെഡിൽ കിടന്നേ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബെഡിൽ കിടന്ന് കുഞ്ഞുമണികൾക്ക് നീന്താൻ പറ്റത്തില്ല. അവർക്ക് പാടാണ് നീന്താൻ. അപ്പൊ ഒരു മാറ്റ് ഉണ്ട്. ഞാനത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനല്ല മേടിച്ചത്, അച്ഛൻ എനിക്ക് അവിടുന്ന് കൊടുത്തുവിടാന്നാണ്, ഗൾഫിൽ നിന്ന് കൊടുത്തുവിടാന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടുന്ന് കൊണ്ടുവരുന്നത് പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മൾ തന്നെ കൊണ്ടുവരുമ്പോൾ കുഴപ്പമില്ല, അല്ലാതെ വേറെ ആളേൽ കൊടുത്തുവിടുന്ന പ്രാക്ടിക്കൽ അല്ല കേട്ടോ. കാരണം ഇതിങ്ങനെ ചുരുട്ടി വെച്ച് നീണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അത് വേറൊരാൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ എൻ്റെ അനിയത്തി അച്ഛനും കൂടെ മേടിച്ചതാണ്. അത് എൻ്റെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരുമ്പോൾ എന്തായാലും എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അമ്മ ഫോട്ടോ എടുത്തോണ്ട് കാണിച്ചു കേട്ടോ. പക്ഷെ അത് വലിയൊരു സാധനമാണ്, വലിയൊരു മാറ്റാണ്, ഭയങ്കര കളർഫുള്ളാണ്. അതൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അങ്ങനെ ഒരു മാറ്റ് മേടിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ നീന്തി തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ താടി ഇരിക്കത്തില്ല. അതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ പറയാം, സാധനമൊക്കെ കാണിച്ചുകൊണ്ട് പറയാം. അപ്പൊ ഇപ്പോഴത്തെ ഇവളുടെ പരിപാടി ഇതാണ്. ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊങ്ങി എഴുന്നേക്കാൻ പറ്റാതിരിക്കുമ്പോൾ കരയുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. കിടത്തിയിട്ട് എങ്ങും പോവാൻ പറ്റത്തില്ല. കാരണം ഒരിടത്ത് തലങ്ങണ വെച്ചാലും തലങ്ങണ തള്ളി മാറ്റും. ഇപ്പോൾ തലങ്ങണ വെച്ചാലും തലങ്ങണ തള്ളി മാറ്റി വരും. അതുകൊണ്ട് നമുക്ക് തലങ്ങണ വെച്ചിട്ടൊക്കെ പോവാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഇരിക്കണം എപ്പോഴും. അതെനിക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ കരയുക. ഇപ്പൊ കരയാൻ തുടങ്ങും എന്തായാലും. അങ്ങനെ കരയുക. ഇതാണ് ഇപ്പോഴത്തെ ഇത്. പിന്നെ ഫുഡ് കൊടുക്കാൻ 6 മാസം ആയെങ്കിലും ചോറ് കൊടുത്താലും ഞാൻ ഉടനെ തന്നെ കുറുക്കലും ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം ബ്രസ്റ്റ് ഫീഡ് ഉണ്ട്. അവൾ അതിൽ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ തൽക്കാലം ഞാൻ അല്ലാത്ത ഫീഡൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, ബ്രസ്റ്റ് ഫീഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ, അവൾക്ക് ഇപ്പം കറന്റ് ഞങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം സിലിക്കോണിന്റെ സ്പൂൺ മാർക്കറ്റിലൊക്കെ അവൈലബിൾ, ബേബി ഷോപ്പിലും ഓൺലൈനൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അതില് വെള്ളം കൊടുക്കാൻ. അമ്പോട്ടിയേ, അമ്മയുടെ തുണ്ടറിയേ. അപ്പൊ അങ്ങനെ വെള്ളം കൊടുക്കാൻ ഞാൻ വിചാരിക്കുന്നു. കാരണം ഇലാ ബേബിക്ക് കൊടുത്തു തുടങ്ങി കേട്ടോ. പക്ഷെ ഇവര് വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര എന്താ ആർത്തിയോടെ, അങ്ങനെ പറയാമോ എന്തോ, ഭയങ്കര വെപ്രാളത്തോടെയാണ് കുടിക്കുന്നത്. എന്തുവാ പൊന്നി? ഭയങ്കര വെപ്രാളത്തോടെയാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ പിന്നെ ഈ അതുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും നിങ്ങള് പൊന്നിയെ മൈക്ക്
പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ശബ്ദമൊക്കെ വെക്കുമ്പോൾ അവരെ റെസ്ട്രിക്ട് ചെയ്യരുത് കേട്ടോ. അത് അവരുടെ മെന്റൽ ഗ്രോത്തിനും അല്ലാതെ അവരിങ്ങനെ പഠിക്കുകയാണ്, അവരുടെ ശബ്ദം അവർ തന്നെ കേൾക്കുകയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ അവരെ മെന്റൽ ഗ്രോത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് അതെനിക്ക് വായിൽ കൈയിടുന്നത് ഒരുപാട് അങ്ങ് കൈയിടുവാണെങ്കിൽ ജസ്റ്റ് മാറ്റിയാ മതി. പൊന്നി വേണേ ഒരുപാട് അങ്ങ് കൈയിടുകയാണെങ്കിൽ മാറ്റിയാൽ മതി, അല്ലാതെ മാറ്റമൊന്നും ചെയ്യരുത് കേട്ടോ. അവളിങ്ങനെ ബ്രൂ ശബ്ദം വെക്കും, അതെനിക്ക് ഇങ്ങനെ ശബ്ദം വെക്കും. പിന്നെ ചോദിച്ചിട്ടുണ്ട് അച്ഛനും അമ്മേനൊക്കെ അറിയാൻ തുടങ്ങി. അതൊക്കെ കുറെ നാൾക്ക് മുമ്പേ അറിയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ വെള്ളം കൊടുക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ സിലിക്കോണിന്റെ സ്പൂൺ കിട്ടും, അതിൽ മേടിച്ച് കുറച്ച് വെള്ളം കൊടുത്ത് ശീലിപ്പിക്കുക. കാരണം പിന്നെ അവരല്ലെങ്കിൽ പിന്നെ കുറുക്കലൊക്കെ കുടിക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ അത് ശീലിപ്പിക്കുക. പിന്നെ എനിക്ക് വേറൊരു ആഗ്രഹമല്ല, വേറൊരു ഇതൂടെ ഉണ്ട്. ഈ നമ്മുടെ പനം കൽക്കണ്ടില്ലേ, ഞാനൊരു ദിവസം പുറത്തൊരിടത്ത് പോയപ്പോഴത്തേക്കും ഒരച്ഛൻ കുഞ്ഞിനിങ്ങനെ ഒരു ബ്രൗൺ കളറിലെ വെള്ളം കുപ്പിക്കാക്കി കൊടുത്തോണ്ടിരിക്കുന്നു. മോളാണെങ്കിൽ മടപ്പണം അത് കുടിക്കുന്നു. അപ്പൊ എനിക്കിത് എന്തോ ആണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞ് അത് പനം കൽക്കണ്ട് ചൂടുവെള്ളത്തിൽ കലക്കി ഇളം ചൂടുവെള്ളത്തിൽ ആക്കി കൊടുക്കുവാണ്. അതാവുമ്പോൾ കഫം ഉണ്ടാവത്തില്ല, ഇവർ നന്നായിട്ട് കുടിക്കുകയും ചെയ്യുമെന്ന്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ പനക്കൽക്കണ്ട് ഒന്ന് ആക്കി കൊടുക്കണം എന്നെനിക്കുണ്ട്. അപ്പൊ അതാണ് ഞാൻ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെ കൊടുക്കണമെന്നാണ്. അല്ലാതെ ഞാൻ വേറെ ഫീഡ്സ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അല്ലേ മക്കളെ? പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് കുഞ്ഞുമണിയുടെ ഈ മുഖത്തെ റെഡ്നെസ്, അത് എല്ലാ സമയത്തും ഇങ്ങനെ തെളിഞ്ഞു വരത്തില്ല കേട്ടോ. ഇത് ആക്ച്വലി ബർത്ത് മാർക്ക് എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇത് ഇമ്മച്വേർഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. അത് 1-2 വയസ്സാകുമ്പോഴത്തേക്കും അത് നോർമൽ ആവും കേട്ടോ. അത് മാത്രമല്ല ബാക്ക് സൈഡിലും ഉണ്ട്. പക്ഷെ ഇത് ഈ നമ്മുടെ അമേരിക്കക്കാര് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ തന്നെ ഏഞ്ചൽ കിസ് ചെയ്തതാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഞാൻ റീല് കണ്ടതാണ്, അങ്ങനെയാണ് പറയുന്നത്. ഏഞ്ചൽ കിസ് ചെയ്തതാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. പിന്നെന്താ അപ്പൊ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പൊ കുഞ്ഞുമണിയുടെ ചോറ് കൊടുപ്പിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഉടനെ പുറകെ വരും. പിന്നെ എൻ്റെ ഏട്ടൻ്റെ കുറേ നാളത്തെ എന്നല്ല, എൻ്റെ 1 വർഷം കൊണ്ടുള്ള ആഗ്രഹം, ഏട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹവും ഉടനെ സാഫല്യമാവാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോയും പുറകെ വരും. പലരുടെയും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഉടനെ വരും. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതി. ന്യൂ മംസിൻ്റെ അടുത്ത് പാല് വരാനായിട്ട് മാക്സിമം തേങ്ങാപ്പാലുള്ള ഇതും നട്ട്സും ഒക്കെ കഴിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,